ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു K2CSE. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ മെയിൻലി 3 ലോജിക്കൽ ഓപ്പറേറ്റേഴ്സാണ് ഉള്ളത്: ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. അപ്പോൾ ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മളിപ്പം രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന കേസിലാണ്. ഇപ്പോൾ ട്രൂ ഓർ ഫോൾസ് ആൻസേഴ്സ് കിട്ടാനായിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ലോജിക്കൽ ആൻഡ് തന്നെ നോക്കാം. ലോജിക്കൽ ആൻഡിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് 2 ആംബസെൻറ്റ് സൈനാണ്. ഓക്കെ, ലോജിക്കൽ ഓറിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഇതുപോലെ 2 സ്ട്രെയിറ്റ് ലൈൻ സിമ്പിളാണ്. ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോട്ടിനിടത്തില്ലേ എക്സ്ക്ലമേറ്ററി സൈൻ പോലെ, അതാണ് ലോജിക്കൽ നോട്ട്. ഇനി ലോജിക്കൽ ആൻഡ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇപ്പോൾ A=A<10 അല്ലെങ്കിൽ A=10 അങ്ങനെ എന്തെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടും ട്രൂ ആയിരിക്കും. അതാണ് ലോജിക്കൽ ആൻഡ് ഇട്ടാൽ വരുന്ന കേസ്. ഇപ്പോൾ സപ്പോസ് അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിൽ എന്ത് വരും? ഔട്ട്പുട്ട് ഫോൾസ് ആവും. അപ്പോൾ നമ്മുടെ കേസ് എന്താ? 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ട്രൂ ആവും. ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ ഫോൾസ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഫോൾസ് ആയിരിക്കും. ഇഫ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ true, then it gives output as true, otherwise false. നമുക്ക് കോഡ് വെച്ചിട്ട് എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, പബ്ലിക് ക്ലാസ് ആപ്പിൾ. ഇപ്പം ഞാൻ ആപ്പിൾ എന്ന് പറയുന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിന് സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇവിടെ എഴുതിയത്. സ്ട്രിങ് ആർഗ്യുമെൻറ്റ്സ് എഴുതിയിട്ടു. എന്നിട്ട് ഇൻറ്റ് A=5, എയുടെ വാല്യൂ 5 എന്ന് പറഞ്ഞ് ഇനിഷ്യലൈസ് ചെയ്തു. system.out.println അകത്ത് ലോജിക്കൽ ആൻഡ് കണ്ടോ, 2 ആംബസെൻറ്റ് സിമ്പിൾ ഇട്ടേക്കുവാണ്. അപ്പോൾ A<10 എന്നും കൊടുത്തു, 2 ഈക്വൽ ഉണ്ട്, A=5 എന്നും കൊടുത്തു. ഇപ്പം A എന്ന് പറയുന്നത് 5 അല്ലേ, അപ്പോൾ A<10 ആണ്, A=5 ആണ്. അപ്പോൾ ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. സിസ്റ്റത്തിലിട്ട് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടെ മനസ്സിലാവും. ഇനി ലോജിക്കൽ ഓർ എന്ന് പറയുമ്പോൾ ഇത് ഈ സിമ്പിളാണ്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയാലും സീനില്ല, ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. സപ്പോസ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആണെങ്കിലും ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. എന്താ കണ്ടീഷൻ? ഇഫ് 1 സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ, ദ ഔട്ട്പുട്ട് ഈസ് ട്രൂ. അല്ലാത്ത പക്ഷം ഫോൾസ് ആയിരിക്കും. ഇപ്പം നോക്കിക്കേ, പബ്ലിക് ക്ലാസ് ആപ്പിൾ എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ്സ് ആർഗ്യുമെൻറ്റ് ഇൻറ്റ് A=5. ഇവിടെ നോക്കിക്കേ, system.out.println ഓഫ് A>8 എന്ന് കൊടുത്തു. പിന്നെ ലോജിക്കൽ ഓർ കൊടുത്തിട്ട് A=5 കണ്ട. ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ അല്ലേ, അതുകൊണ്ട് ഔട്ട്പുട്ട് ട്രൂ എന്ന് പറഞ്ഞ് കിട്ടും. ഇത്രയേ ഉള്ളൂ ലോജിക്കൽ ഓർ. ഇനി ലോജിക്കൽ നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഓപ്പോസിറ്റ്. ഇത് തന്നെയാണ് അർത്ഥം. നോട്ട് ഇങ്ങനെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ട്രൂ റിസൾട്ടിൻ്റെ ഓപ്പോസിറ്റ് മാത്രമേ ഔട്ട്പുട്ടായിട്ട് ഡിസ്പ്ലേ ചെയ്യൂ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. പബ്ലിക് ക്ലാസ് ആപ്പിൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ്സ് ആർഗ്യുമെൻറ്റ് കൊടുത്തു, ഇൻറ്റ് A=5. ഇനി ഞാൻ പറയുക system.out.println ഓഫ്. അപ്പോൾ ഇവിടെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് എഴുതേണ്ടത് നോക്കിക്കേ, system.out.println അകത്ത് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മുടെ നോട്ട് സിമ്പിൾ ഇടണം. എന്നിട്ട് സെപ്പറേറ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പുട്ട് ചെയ്യാൻ. ഇവിടെ നോക്കിക്കേ, A>10. അപ്പോൾ ഇത് എന്താ പറയുന്നത്? A>10 അല്ല എന്നാ പറയുന്നത്. പേ എന്താ? 5 ആണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓൾറെഡി എന്താ, യഥാർത്ഥത്തിൽ ഇത് ട്രൂ അല്ലേ, പക്ഷേ ലോജിക്കൽ നോട്ട് ആയതുകൊണ്ട് ആൻസർ എന്തേ കാണിക്കുള്ളൂ? ഓപ്പോസിറ്റ് ഓഫ് റിസൾട്ട്, അതായത് ഫോൾസ് എന്ന് ഡിസ്പ്ലേ ആയി. മനസ്സിലായോ? ഇവിടെ എന്താ പറഞ്ഞത്? A>10 അല്ല എന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ. A>10 അല്ലേ, 5 അല്ലേ. അപ്പോൾ ഉത്തരം ട്രൂ ആണ്, പക്ഷേ ഔട്ട്പുട്ട് എന്തേ കാണിക്കത്തുള്ളൂ? ഫോൾസ് റിസൾട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റിസൾട്ട്. അപ്പോൾ എന്ത് വരുന്നു? ഫോൾസ്. ഇനി സപ്പോസ് ഞാനിവിടെ A<10 എന്ന് കൊടുത്തു. A<10 എന്താ? A<10 അല്ല എന്നാ പറയുന്നത്. അപ്പോൾ A<10 ആണല്ലേ, അപ്പോൾ A>10 അല്ല എന്നാ പറയുന്നത്. അപ്പം കറക്റ്റാ, പക്ഷേ ഇതിങ്ങനെ പറയുന്നതുകൊണ്ട് ഇവിടെ എന്ത് വരും? ഫോൾസ് എന്ന് വരും. കാര്യം പിടികിട്ടിയല്ലോ. എന്താണോ അതിൻ്റെ ആക്ച്വൽ റിസൾട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആക്കി കാണിക്കുന്നതാണ് ലോജിക്കൽ നോട്ട്. ഓക്കെ ആണല്ലോ. ഇനി സിസ്റ്റത്തിലിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് സിസ്റ്റത്തിലിട്ട് ചെയ്യാം. നോക്കിക്കേ, ഇവിടെ ഞാൻ ഇൻറ്റ് x=6 എന്ന് കൊടുത്തു. അപ്പോൾ ലോജിക്കൽ ആൻഡ് ആണ്. system.out.println ഓഫ് 2 സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ട്രൂ ആയിട്ട് കൊടുക്കുകയാണ്. എക്സ് എന്ന് പറയുന്നത് >1 ആണ്, x== എന്തുവാ 6 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഡീബഗ് ചെയ്ത് നോക്കുവാണ്.
ട്രൂ എന്ന് ഡിസ്പ്ലേ ആവണ്ടേ? ഇതാ ഇവിടെ കണ്ടോ, ട്രൂ എന്ന് ഡിസ്പ്ലേ ആയി. ഇനി ഞാനിപ്പം ലോജിക്കൽ ഓർ വരുന്നൊരു കേസ് ഇട്ട് കൊടുക്കുവാന്നേ. ഇപ്പൊ ലോജിക്കൽ ഓർ എന്ന് പറയുമ്പോൾ ഏതേലും ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെങ്കിൽ ഉത്തരം ട്രൂ ആയിട്ട് കാണിക്കും. ഇപ്പൊ ഞാൻ ഏതേലും ഒരു സ്റ്റേറ്റ്മെന്റിനെ മാത്രം ട്രൂ ആക്കുവാണ്. ഞാൻ ഇതിന് x=5 എന്ന് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പലതും ഇട്ട് റൺ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോയിൽ എന്ത് കൂടും കണ്ടോ, ട്രൂ എന്ന് കാണിച്ചു. ഈവൻ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതെന്ന് പറയുന്ന പൊട്ടത്തരമാണെന്നല്ലേ, എന്നിട്ട് തന്നെ ട്രൂ എന്ന് കാണിക്കാൻ കാര്യം എന്താ, ലോജിക്കൽ ഓർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലോജിക്കൽ നോട്ടിന്റെ നോക്കാവേ. ഇപ്പൊ എന്താ പറയുന്നത്, എക്സ് ഞാൻ ഇവിടെ നോക്കിക്കേ 2 ബ്രാക്കറ്റ് കൊടുത്തു, ആദ്യം നോട്ട് ഇട്ടു, അതിന്റെ അകത്താണ് സെപ്പറേറ്റ് കൊടുത്തത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം എന്ത് ചെയ്യുക, നമ്മുടെ നോട്ട് സിമ്പൽ കൊടുക്കുക. ദെൻ ഞാൻ ഇവിടെ കൊടുക്കുവാണ് എക്സ് എന്ന് പറയുന്നത് പോട്ടെ <10 അല്ല എന്നാ പറയുന്നത്. x<10 അല്ല, സത്യത്തിൽ x<10 അല്ലേ? ഓക്കെ, ഇതനുസരിച്ച് നമുക്ക് എന്താ പറയേണ്ടത്, x<10 അല്ല മീൻസ് ഈ പറയുന്നത് എന്താ, തെറ്റാണ്. കാര്യം എന്താ, x<10 ആണല്ലേ. അപ്പൊ നമുക്ക് ഡീബഗ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഡീബഗ് ചെയ്തപ്പോ കണ്ടോ, ഫോൾസ് എന്ന ആൻസർ കിട്ടി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.